നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മിലാനിൽ നിന്ന് തിരിച്ചു വന്ന ദിവസം മുതൽ ശ്രദ്ധിക്കാം. നിനക്ക് ആകെ ഒരു മാറ്റം ഉണ്ടല്ലോ. എന്താ നന്ദു? എന്റെ വയറ്റിൽ നിധിയേട്ടന്റെ കുഞ്ഞു വളരുന്നുണ്ട് എന്ന സത്യം സനുവേട്ടത്തിയോട് തുറന്നു പറഞ്ഞാലോ? എന്താ നിനക്ക് പറ്റിയത്? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. മൂഡ് ഓഫ് ഒന്നുമില്ല ഏട്ടത്തി. എനിക്ക് മിലാനിൽ പോകുന്നതിന് മുൻപ് ഞാൻ വലിയ വാക്കൊക്കെ കൊടുത്തിട്ട് പോയി. കാര്യം കഴിഞ്ഞു വന്നതോടെ ഞാനതൊക്കെ മറന്നെന്നായിരിക്കും ഇവളുടെ ചിന്ത. നന്ദു, എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്താ ഇങ്ങനെ പെരുമാറുന്നേന്ന്. ഈശ്വര, ഏട്ടത്തി ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? നിതീഷേട്ടൻ പറഞ്ഞു കാണും. ഒന്നുമില്ലെങ്കിലും നിന്റേതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളല്ലേ ഞാൻ. പക്ഷേ ഏട്ടത്തി അന്ന് മാരീഡ് ആയിരുന്നല്ലോ. അതൊരു തണൽ തന്നെയല്ലേ എപ്പോഴും. അതുകൊണ്ട് എന്താ നന്ദു, നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങള് നമുക്ക് എപ്പോഴും പ്രധാനം തന്നെയല്ലേ. പ്രൊഫഷണലി ഇനി നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ലേ. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ആ വലിയ ഇവന്റിന് വേണ്ട ചരടുവലികള് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു നന്ദു. പക്ഷെ സനുവേട്ടത്തി, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയില് അറിയാം, നീ ഇപ്പോഴും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖം ആയിട്ടില്ല. നിന്റെ കരിയറിൽ നീ ഒട്ടും സക്സസ്ഫുള്ളും അല്ല. ആ മെഗാ ഇവന്റിൽ പങ്കെടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ വലിയ വലിയ ഡിസൈനർമാരായിരിക്കും. എന്റെ പഴയ കോണ്ടാക്ട്സ് മുഴുവൻ ഞാൻ അതിനുവേണ്ടി പൊടി തട്ടിയെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഷോയില് നിന്റെ കൂടെയുള്ള മോഡലുകളെക്കാൾ പ്രാധാന്യം നിനക്കായിരിക്കും നന്ദു. റാമ്പിൽ ലീഡ് ചെയ്യുന്നത് നീ ആയിരിക്കും. നീ സ്വപ്നം കണ്ട നിന്റെ കരിയറിലെ വളർച്ചയിലേക്കുള്ള മേജർ ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇത്. ഒരു 5 അല്ലെങ്കിൽ 6 മാസം അതിനുള്ളിൽ ഈ ഷോ നടക്കും. അതോടെ നിന്റെ തലവര മാറും നന്ദു. ട്രസ്റ്റ് മീ. എല്ലാം അറിഞ്ഞിട്ടും ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്പം മുമ്പ് ഏട്ടത്തിയല്ലേ പറഞ്ഞത് എന്റെ അവസ്ഥ അറിയാന്ന്. ഏട്ടത്തി എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 4-5 മാസം കഴിയുമ്പോ എന്റെ രൂപം എന്തായിരിക്കുമെന്ന്. എന്താ നന്ദു ഈ പറയുന്നത്? അത്രയും സമയം മുമ്പിലുണ്ടെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമായിന്ന് വേണ്ടേ കരുതാൻ? എത്ര മെയിൻറ്റെയിൻ ചെയ്താലും എന്റെ വയറ്റിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുഞ്ഞല്ലേ ഏട്ടത്തി. 5-6 മാസം കഴിയുമ്പോ അത് പുറത്തറിയാതിരിക്കും ഏട്ടത്തി. കുഞ്ഞോ? എന്തിനാ ഏട്ടത്തി ഇപ്പൊ ഇത്രയും ഷോക്കാവുന്നേ? അപ്പോ ഏട്ടത്തിക്ക് ഇതറിയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നിതീഷേട്ടൻ ഏട്ടത്തിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. എന്നെ പ്രൊഫഷണലായി ഒരു കരക്കടുപ്പിക്കാൻ സനുവേടത്തി എടുത്ത എല്ലാ എഫേർട്ടും എനിക്കറിയാം. പക്ഷേ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി. എന്റെ കരിയറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കാൾ ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത് ഒരു കുടുംബജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. ഉടനെ തന്നെ ഞാനും നിതീഷേട്ടനും തമ്മിലുള്ള കല്യാണം ഉണ്ടാകും. നന്ദു, നീ ഈ വിഷയം ഞാൻ ഇതുവരെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. തൽക്കാലം ഇത് ഏടത്തിയുടെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളൊക്കെ പറയുന്ന പോലെ എന്റെ ജീവിതം ഞാൻ തന്നെ തെരഞ്ഞെടുത്തേ. അതിലെ പാകപ്പിഴകൾ ഉണ്ടായി സഹിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാ. അത് തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നശിച്ച പ്രേമത്തിനും കല്യാണത്തിനും മുമ്പ് മനസ്സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നതാ ഞാൻ. അത്ര വലിയ ബന്ധത്തിനൊന്നും യോഗ്യതയില്ലാന്നും മനസ്സിലാക്കി പലവട്ടം ഒഴിഞ്ഞു മാറാൻ നോക്കിയതുവാ ഞാൻ. എന്നിട്ടും അയാള് വിട്ടോ? വഴക്കും ബഹളവും ഇല്ലാത്ത ഒരു ദിവസമില്ല. ആദ്യമൊക്കെ ഞാൻ കരുതിയത് അയാളുടെ അമ്മയും അമ്മാവനും ആ പ്രശ്നത്തിനൊക്കെ കാരണം എന്നാ. അവരൊഴിഞ്ഞു പോയപ്പോ അയാള് തുടങ്ങി പുതിയ പ്രശ്നങ്ങള്. ആ അമ്മയുടെ മകനല്ലേ, എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും അയാൾക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ. മോളെ,
നീ ഇങ്ങനെയൊന്നും പറയാതെ. ഇത്രയും കാലം ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം അമ്മയെ പറയുന്നേ. അമ്മയും കൂടെ സാക്ഷിയാണല്ലോ പലതിനും. ഒരു താലി കെട്ടാൻ തല കുനിച്ചു കൊടുത്തു. അത് മാത്രമാ ഞാൻ ചെയ്ത തെറ്റ്. പക്ഷേ അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ദുരിതം ചുമക്കാൻ ശാരിയെ കിട്ടില്ല അമ്മേ. അതുകൊണ്ട് തന്നെയാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. കാഴ്ചയില്ലാത്ത കണ്ണുകളാ, അധികം കരയിപ്പിക്കരുത്. മോളെ വേണ്ട, വല്യേച്ചി തൊടണ്ട. മോളെ, ഞാനൊരു അഭിപ്രായം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നിന്നെ ഇത്രയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മറന്നു കളഞ്ഞേക്ക്. അങ്ങനെ അമ്മ ചോദിച്ചിട്ടേ ഇല്ല. കാഴ്ച പോയത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം അമ്മേ. ഇനിയൊരു വട്ടം കൂടി ആ മുഖം എനിക്ക് നേരിൽ കാണണ്ടല്ലോ. കാഴ്ച കിട്ടുമ്പോ ആ മുഖം നേരിൽ കാണുന്നെങ്കിൽ എനിക്ക് കാഴ്ച കിട്ടുകയും വേണ്ട. ശാരിക്ക് മുമ്പുണ്ടായിരുന്ന ആ ചെറിയ ലോകം തന്നെ മതി. അയ്യോ വല്യേച്ചി ഇങ്ങോട്ട്. തുടരുത് തന്നെ. വല്യേച്ചിയെ കണ്ണു പോയെങ്കിലും ആരുടെ സഹായം ഇല്ലാതെ ജീവിക്കണമല്ലോ. ദേ, ആരും എന്റെ പിന്നാലെ വരരുത്. അയ്യോ അമ്മേ, വേണ്ട, ആരും വരണ്ട. രാജിയോട് പറയാം ഇവിടെ വന്ന് നിനക്ക് കൂട്ടുകിടക്കാൻ. രാജിയമ്മയുടെ അടുത്ത് ചികിത്സിക്കാൻ അവളെ ഞാൻ തന്നെ കൊണ്ടുപോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ നീ ധരിച്ചു വെച്ചതുപോലല്ല. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിയിട്ട് ഡോക്ടർമാരും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരും വട്ടമിട്ട് നിന്നാ ഓരോന്ന് ചോദിക്കുന്നത്. അതും കുത്തിച്ചെകഞ്ഞ് ചോദിക്കും. അതിനിടെ നമ്മൾ മനസ്സിൽ അടക്കി വെച്ച കാര്യങ്ങൾ പോലും അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അതൊക്കെ എനിക്കറിയാം. നമ്മൾ സംസാരിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു അറിയാം. പക്ഷെ അതൊന്നും ശരിയല്ലെന്നും മനസ്സിന്റെ വിഭ്രാന്തികളാണെന്ന് വാദിച്ചൂടെന്നാ ഞാൻ ചോദിക്കുന്നേ. കോടതി ഇങ്ങനത്തെ കേസ് വെറുതെ വിട്ട ചരിത്രമുണ്ട്. നീ പറയുന്ന ശരിയാ കുഞ്ഞെ. പക്ഷേ നാർക്കോ അനാലിസിസ് നടക്കുന്ന ചോദ്യം ചെയ്യലിനിടെ അവർക്ക് നിന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ വീണ് കിട്ടും. ഉദാഹരണമായിട്ട് കോമയിൽ കിടക്കുന്ന ആ പെങ്കൊച്ചുണ്ടല്ലോ, അതിന്റെ പേരെന്താ? പ്രീതി. ആ, പ്രീതി. അവള് പാറക്കെട്ടിൽ തലയിടിച്ച് വീണ് കഴിഞ്ഞിട്ട് നീ അവളുടെ തല പലതവണ കല്ലിൽ ഇടിച്ചു എന്ന് പറഞ്ഞില്ലേ? അതെ. അക്കാര്യം നിനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ബോധം പോയതുകൊണ്ട് ആ പെണ്ണിന് പോലും അതറിയാൻ വഴിയില്ല. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പോലും അത് അറിയില്ലായിരുന്നു. ശരിയല്ലേ? ചിറ്റപ്പനോടൊന്നും മറച്ചു വെക്കണ്ടെന്ന് കരുതിയാ ഞാൻ. സമ്മതിച്ചു, നല്ലതന്നെ. പക്ഷേ ഇക്കാര്യം നാർക്കോ അനാലിസിസിൽ നീ പറഞ്ഞു പോയാലോ? അപ്പോ അത് വെച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങും പോലീസ്. പാറക്കെട്ടിൽ തലയിടിച്ച് വീണതിന് ശേഷം പ്രീതി ഉരുളിയോ മറ്റോ ഉണ്ടായോ എന്ന് പഞ്ചകൈലാസം ക്ലിനിക്കിലെ ഡോക്ടർ ചോദിച്ചപ്പോ ഇല്ലാന്നല്ലേ നീ പറഞ്ഞത്? അതെ. അതാ നിന്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. ഇപ്പോഴത്തെ CCTV ഫുട്ടേജ് നോക്കുമ്പോ കയ്യെത്തുന്ന ദൂരത്താ നിങ്ങൾ രണ്ടാളും ഓടിക്കൊണ്ടിരുന്നത്. പാറക്കെട്ടിൽ തലയിടിച്ച് വീണതിന് ശേഷം പ്രീതി ഉരുണ്ടിട്ടില്ലെങ്കിൽ അവളുടെ തലച്ചോറിൽ പലയിടത്തായി ഇത്രയും ക്ഷതങ്ങൾ എങ്ങനെ ഉണ്ടായി? നീ ഡോക്ടർ എന്ന് പറഞ്ഞ ആ വാക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരുന്നോണ്ടാ
നീ ഇപ്പോഴും പുറത്തിറങ്ങി ഇങ്ങനെ വിലസുന്നത്. നാർക്കോ അനാലിസിസിൽ നീ ഈ കാര്യം പറഞ്ഞു എന്നിരിക്കട്ടെ, പിന്നെ ആ വഴിക്കുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങും പോലീസ്. വേറൊന്നും വേണ്ട, പ്രീതിയുടെ തലയുടെ സ്കാനിംഗ് റിപ്പോർട്ട് മാത്രം കോടതിയിൽ പ്രസന്റ് ചെയ്താൽ മതി, നീ പെട്ടു. അതാ നാർക്കോ അനാലിസിസിന്റെ ഒരു കുഴപ്പം. പോരെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നിഷാദ് അല്ലെന്ന് ഓർമ്മ വേണം, ശ്രീരഞ്ജനിയാ. തലമുടി ധാരിയുടെ കീറി സത്യം പുറത്തു കൊണ്ടുവരാൻ മിടിക്കുക അവര്. ചിറ്റപ്പ, രക്ഷപ്പെടാൻ വഴി നോക്കിയാ ഞാൻ കാണാൻ വന്നത്. ഇതിപ്പോ ചിറ്റപ്പ കൂടെ എന്നെ പേടിപ്പിക്കുകയാണോ? ആ, നീ സമാധാനിക്കു വച്ചേ, ചിറ്റവനല്ലേ കൂടെ. നമുക്കൊരു വഴി കണ്ടെത്താം. നീ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളിയ പയ്യന്റെ പേരെന്താ? രോഹിത്. ആ, രോഹിത്. അവൻ തിരിച്ചു വന്ന് മൊഴി കൊടുക്കാതിരുന്ന മാത്രം മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് ചത്തവര് തിരിച്ചു വരുവോ? അവന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. ചിലപ്പോ അതും ഭാവിയിൽ പ്രതീക്ഷിക്കാം. ചത്തവൻ ചിലപ്പോ തിരിച്ചു വരും കൊച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇതെല്ലാം ഞാൻ എങ്ങനെ ശരിയാക്കുന്നു പറ. നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഇത് ഇന്നലെ എന്റെ കയ്യിൽ തന്നൂടായിരുന്നോ? എടുത്ത് ഞാൻ ചെയ്യണമെന്ന് കരുതിയതാ. എന്നിട്ട് നീ എന്താ ചെയ്യാതിരുന്നത്? നാളെ എനിക്കിത് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ? എടുത്ത് അതിൽ കുറെ ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ടായിരുന്നു, അത് ഇന്നാണ് കിട്ടിയത്. എന്തിനും ഏതിനും നിനക്ക് ന്യായീകരണം ഉണ്ടല്ലോ. ഈ ന്യായീകരണം എനിക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ അടുത്ത പ്രശ്നം? നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട എഗ്രിമെന്റ് ആയത്. ഇല്ലെങ്കിൽ പ്രോജക്ട് കയ്യിൽ നിന്ന് പോവും. അത് പറഞ്ഞാ ഞാൻ സന്ദീപിനെ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ ഇനിയും ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ട് പോലും. എനിക്കറിയില്ല എന്താവുന്ന്. എടുത്തി, നാളെ രാവിലെ 11 മണി വരെ സമയമില്ലേ? അതിനുള്ളിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ള മാറ്ററല്ലേ, ഡോണ്ട് വറി. സാരമില്ലടാ. ഇത്രയും സില്ലി ആയിട്ട് ഇതിനെ കാണരുത് സച്ചി. അത് സന്ദീപിന് ഒരു വളമാവും. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പഠിക്കണം. ഒത്തിരി ഡോക്യുമെന്റ് കോപ്പികൾ വെക്കാനുണ്ട്. ലീഗൽ കൗണ്ടർ സൈൻ ചെയ്യണം. എല്ലാത്തിനും ഒരു ഓർഡർ വേണ്ടേ? പരിചയക്കുറവ് കാണുക എടുത്തി. എടുത്തിക്ക് ഒറ്റ നോട്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സന്ദീപ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തു. അവൻ കാര്യങ്ങൾ പഠിക്കാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. എടുത്തി, ആ ഫയലിംഗ് തന്നെ രാവിലെ നീ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യായിരുന്നല്ലോ. എല്ലാം ശരിയായി കാണുന്ന ഏട്ടാ ഞാൻ കരുതിയത്. നീ ഏത് കമ്പനിയുടെ ഫോർമാറ്റാ അഡോപ്റ്റ് ചെയ്തേ? വെസ്റ്റേൺ എന്റർപ്രൈസസ്. ആ കമ്പനിയുടെ ഫോർമാറ്റ് ആരാ നിന്നോട് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞേ? അതൊരു പ്രൈവറ്റ് കമ്പനിയല്ലേ? അതിന്റെ ടേംസ് എങ്ങനെയാ നമുക്കൊരു സർക്കാർ പ്രോജക്റ്റ് അനുകരിക്കാൻ പറ്റുന്നേ? നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് BOT വ്യവസ്ഥയിലാണ്. അതിനും ഇതിനും അജഗജാന്തര വ്യത്യാസമുണ്ട്. അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. കമ്പനിക്കാരെ അറിയുന്ന വേറെ ഒത്തിരി പേര് കമ്പനിയിലല്ലേ ചേച്ചി? അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അല്ലാതെ എല്ലാ കുറ്റവും പാവ സന്ദീപിന്റെ തലയിൽ വെക്കണോ? അത് തന്നെ എടുത്തേ. പുതിയ മാനേജർ വന്നില്ലേ? അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അയാളുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ ഇത്. ഇവൻ പിന്നെ എന്നാ ഇതൊക്കെ പഠിക്കുന്നേ? എന്ന് സൈറ്റിൽ പോയി ആളെണ്ണിയെ മാത്രം മതിയോ? കമ്പനി കാര്യങ്ങളോട് പഠിക്കണ്ടേ? 2-2.5 കോടിയുടെ നഷ്ടം വന്നേനിപ്പോ. സോറി എടുത്തി, ഐ ആം റിയലി സോറി. സന്ദീപ് എടുത്തി, ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാക്കി തരാം. വേണ്ട സച്ചി, ഞാൻ ശരിയാക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം.
വെച്ച് സന്ദീപിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞ ശരിയായില്ല ചേച്ചി. നിനക്കെന്താ നൊന്തോ? നൊന്തു. ആ പാവം ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്ന കണ്ടപ്പോ കഷ്ടം തോന്നി. അങ്ങനെ നിൽക്കണം. നെല്ലിശ്ശേരിയിലെ സകലരും എന്റെ മുന്നിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ വേണ്ട മോളെ, മോളെ പ്ലീസ്, മോളെ വേണ്ട വേണ്ട പ്ലീസ്. ചോദിച്ചത് കേട്ടില്ലേ? അത് മോളെന്നെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ ഞാൻ അറിയാതെ ബഹളം വെച്ച് പോയതാ. മോള് കളിച്ചതാ. ഈ സമയത്താണോ നിന്റെ കളി? ഇങ്ങനെ ആളെ ഷൂട്ട് ചെയ്തിട്ടാണോ കളിക്കുന്നത്? ഇതുപോലെ ആരെയും ഷൂട്ട് ചെയ്യരുന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? മഹി എന്റെ അമ്മയെ കൊന്ന പോലെ എന്നെയും കൊല്ലോ. ഈ തോക്ക് മതിയോ എന്നെ കൊല്ലാൻ? എന്നാ കൊല്ല്. എന്റെ അമ്മയെ കൊന്ന പോലെ എന്നെയും കൊന്നേക്ക്. ഞാൻ മരിച്ചോളാം. കൊന്നേക്ക്. മാളു, ഇങ്ങനെയൊന്നും പറയരുത്. പറയും, ഇനിയും പറയും. മഹി എന്നെ കൊല്ല്. ദേ, നീ നല്ല തല്ല് വാങ്ങും. തല്ല്, തല്ലിക്കൊല്ല്. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോവാലോ, അമ്മയെ കാണാലോ. മാളു, മോളെ തല്ലരുത്. അയ്യോ, കൊച്ചു കുഞ്ഞല്ലേ ഇവള്. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ തല്ലാൻ പാടില്ല മഹിയേട്ടാ. തെറ്റ് തിരുത്തി കൊടുക്കണം. ഇങ്ങനെയൊന്നും അച്ഛനോട് പറയരുത് മോളെ. എന്തിനാ മോളെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നാത്തൂനെ, ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ഇതാണ് മഹിയേട്ടനെ അലട്ടുന്ന പ്രശ്നം, അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണം. നീ എന്തിനാടി മഹേടന്റെ കൈ പിടിച്ചത്? അതിന് നിനക്കെന്താ അധികാരം? എനിക്ക് അധികാരമൊന്നുമില്ല. മഹിയേട്ട മോളെ തല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. എടി, നീ എപ്പോഴാ ഇവിടുന്ന് പോകുന്നേ? എപ്പോഴാ പോവേണ്ടത്? നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോണം. നിനക്കേ മഹേടന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഞാൻ അറിയാത്ത മഹിയേട്ടനല്ലല്ലോ ഈ മഹിയേട്ടൻ. നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നീ മഹേടന്റെ കയ്യിൽ പിടിച്ചത് മഹേടന് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോണ്ടാ മഹി പ്രതികരിക്കാതെ പോയത്. അല്ലെങ്കിൽ മാളൂന് കിട്ടേണ്ട അടിയെ നിന്റെ കരണത്ത് കിട്ടിയേനെ. നീ മഹേടന്റെ കൺമുന്നിലൊന്നും ചെന്ന് പെടണ്ട. നല്ല വഴക്ക് കിട്ടും, തല്ലും കിട്ടും. നാളെ തന്നെ നീ സ്ഥലം വിട്ടു. അതാ നിനക്ക് നല്ലത്. നാളെ മുതൽ നിന്നെ ഇവിടെ കണ്ടേക്കരുത്. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിവാഹിത ചമഞ്ഞടക്കുന്ന കവിതയുടെ മുഖം മൂടി ഞാനങ്ങ് വലിച്ചു കീറും. മാണിക്യമംഗലത്തെ ഗൗതമിന്റെ ഭാര്യയായി ഈ കുടുംബം കുളം തോണ്ടാനാ കവിതയുടെ ശ്രമമെന്ന് പുറത്തറിഞ്ഞ അവള് പിന്നെ ഉണ്ടാവോടാ. ശ്രീകുട്ടിക്ക് ഈ വിധി സമ്മാനിച്ച ദക്ഷയും കവിത ഒറ്റക്കെട്ടാണെന്ന് ഞാൻ പറയൂടാ. പിന്നെ അമ്മൂലടാ പേടിക്കേണ്ടത്, കവിതയാ. ദിനേശൻ ജീവിച്ചിരിക്കുമ്പോ ഈ കുടുംബത്തിന് ഒരു ദോഷവും വരില്ലടാ. എന്ത് തരം താഴ്ന്ന കളി ഞാൻ കളിക്കും.
എല്ലാ കളറിയും ആടി എന്നെ ആരും ഒന്നും പഠിപ്പിച്ചിടേണ്ട ആവശ്യമില്ല. അമ്മു എന്റെ മോളാടാ, സഞ്ജു എന്റെ മോനും. ഈ ദിനേശനുള്ളിടത്തോളം കാലം അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പോലും പൊടിയാൻ ഞാൻ സമ്മതിക്കില്ലടാ. ലച്ചു, നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നേ? അത് ചേച്ചി എന്നോട് മുറിയുന്ന പൊയ്ക്കോളം പറഞ്ഞു. മുമ്പ് ചേച്ചിയുടെ അമ്മയെ കൂടെ കിടത്താൻ ചേച്ചി തയ്യാറാവില്ലായിരുന്നു. ചേച്ചിയുടെ അമ്മയ്ക്ക് അതിൽ നീരസം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കൂടെ അമ്മ കിടന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടും കേക്കാൻ കൂട്ടാക്കത്തയാളാ ഇപ്പൊ അമ്മ കൂടെ കിടന്നാ മതിയെന്ന് പറയുന്ന. അവളങ്ങനെ ആഗ്രഹിച്ചാ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വല്യപ്പച്ച അവളുടെ കൂടെ കിടന്നോട്ടെ. എനിക്ക് ചേച്ചിയുടെ കൂടെ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പക്ഷെ ചേച്ചി എന്നെ പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നോട് മാത്രമല്ല, സ്വാതിക്ക് എന്നോടുള്ള പെരുമാറ്റവും ഇപ്പൊ അങ്ങനെ തന്നെയാ. നിങ്ങൾ ഇന്ന് ചേച്ചി അകലം പാലിക്കുന്നത് എന്തിനാണെന്ന് അറിയാവുന്ന കാര്യമല്ലേ? ചേച്ചി മറന്ന് മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ചേച്ചിയുടെ കയ്യിൽ സത്യം ചെയ്ത് കൊടുത്തപ്പോ തന്നെ നിങ്ങൾക്കിടയിൽ വലിയൊരു ദൂരം വന്നു കഴിഞ്ഞു. അവൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? അവൾ ഇവിടുന്ന് പോകുന്ന ഭയന്ന ഞാനത് ചെയ്ത. എങ്കിലും നിങ്ങളത് ചെയ്തല്ലോ. എന്നും ചേച്ചിയുടെ കൂടെ നിൽക്കേണ്ടവളല്ലേ ഞാൻ. എന്നെ എന്തിനു ചേച്ചി ഒഴിവാക്കണം? കവിത ചേച്ചി പതിവില്ലാത്ത വിധം ഇപ്പൊ ചേച്ചി കാണാൻ പോകുന്നുണ്ട്. അത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിന്നോട് പറഞ്ഞതുപോലെ അപ്പച്ചി അവളോട് പറയില്ല. നീ അങ്ങനെ ടെൻഷൻ ആവുക വേണ്ട. അങ്ങനെ അല്ലാതെയും പറയാലോ. എന്താ, നമ്മൾ തമ്മിൽ അരുതാത്ത എന്തെങ്കിലും ബന്ധം തുടങ്ങിയെന്നാണോ? പറയുന്നവർക്ക് എന്തു ആയിക്കൂടെ? ഞാനിനി ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ലച്ചു, നീ ഇങ്ങനെ കരയാതിരിക്കെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോ നമുക്ക് ഓഫീസിൽ കാണാം. അപ്പച്ചി ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ദിനേശൻ ഞങ്ങൾ പറഞ്ഞത് എത്ര സത്യ. എന്താ മോനെ, കവിതയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? അപ്പച്ചിയുടെ സമയം ഒത്തുവരുന്നൊരു തോന്നലുണ്ടായി കാണും. നിനക്ക് വിശ്വാസമില്ലാത്തൊന്നും നീ ചെയ്യണ്ട. ആളാവാനാ അവള് നോക്കുന്നത്. ഈ കുടുംബവും നമ്മുടെ ബിസിനസ്സും എല്ലാം മുത്തച്ഛൻ്റെയും നിന്റെ അച്ഛൻ്റെ അധ്വാനമാണ്. ആ വഴിയാ നീയും പിന്തുടരുത്തത്. മംഗലശ്ശേരിയുടെ വഴിയോ തന്നെ. നമുക്ക് നോക്കാം മുത്തച്ഛ. അഹിതമായതെന്തോ വരാൻ പോകുന്നുവെന്നൊരു തോന്നല്. സഞ്ജു എന്താ വന്നത്? ഓഫീസിൽ പോകുന്നതിന് മുൻപ് എന്ന് നിന്നെ കാണാൻ വരാറില്ലേ? അതൊരു വഴിപാട് പോലെ സഞ്ജു കാണണമെന്നില്ല.
തിരക്കാണെങ്കിൽ സഞ്ജു ഇതിനെ വെറുതെ സമയം പാഴാക്കുന്ന. ഞാനെവിടെ പോകാനാ? ഇവിടെ തന്നെയുണ്ട്. എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? സഞ്ജു പൊയ്ക്കോ. നീ വീണ്ടും മൂഡ് ഓഫ് ആയല്ലോ. നിന്നെ ഒന്ന് ചിരിച്ചു കണ്ടിട്ട് പോയാ മനസ്സിന് എന്തുമാത്രം ആശ്വാസമാണെന്നോ. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ചിരിച്ചു കാണിക്കുന്നത് ശരിക്കും അഭിനയമല്ലേ? ഞാനെങ്ങനെയാ കരുതുന്നത്? ഞാനിത് ശീലിച്ചിട്ടുമില്ല. നിന്റെ മുഖം കണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ഒരാളിന്റെ മുഖം കണ്ട് മനസ്സ് പറയാനാവില്ല. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നേരത്തെ വരാം. ഈവനിങ് നമുക്കൊന്ന് പുറത്തേക്ക് പോ. നിന്റെ മൂഡ് ഓഫ് മാറി കിട്ടും. ആ, അമ്മ വന്നല്ലോ. സഞ്ജു അവളോടും ചോദിക്കും. അമ്മ റെഡിയല്ലേ? അന്നത്തെ പോലെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? നിന്റെ ചേച്ചിയുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവട്ടെ. ഞാൻ ചേച്ചിയോട് ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറയാനാ വന്നത്. പോയിട്ട് വരാം. നിക്ക്, നീ ധൃതി വെച്ച് അങ്ങനെ അങ്ങ് പോവല്ലേ? സഞ്ജു ഓഫീസിൽ പോകാനല്ലേ ഇറങ്ങിയത്? അമ്മ ക്ഷേത്രത്തിലേക്കും. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ചു പോയിക്കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സെൻട്രൽ ജയിലിൽ അവൾക്കൊരു പാ ഉറപ്പായെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാ വിശാലിന്റെ കൂടെ അവളുടെ ഒരു എൻട്രി. അവള് വീണ്ടും നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ ആന്റി. തെളിവുകളെല്ലാം അവൾക്കെതിരാണെന്ന് DYSP തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് അറസ്റ്റ് നടന്നത്. വിശാല് പോയി എന്ത് മായാജാലമാ കാണിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിച്ചിട്ട് എന്താ ആന്റി കാര്യം? അവള് നമ്മളെ വീണ്ടും തറ പറ്റിച്ചു. ആ സത്യം അംഗീകരിക്കാൻ. എന്നിട്ട് അടുത്ത നീക്കം പ്ലാൻ ചെയ്യുക. വീണ്ടും പരാജയപ്പെടുക. കുറെ പ്ലാനിങ്ങും കണക്കുകൂട്ടലും ഒന്നും നടപ്പുള്ള കാര്യമല്ല. എന്താ ഉദ്ദേശിക്കുന്നത്? പാർവതിയുടെ കൂടെ ടോമാഞ്ചർ കളിക്കാനല്ലല്ലോ ജാസ്മിൻ ഇവിടെ നിൽക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞു വരുന്നത്. തിടുക്കം കാണിക്കണ്ട ഏട്ടാ. ഇനി മണ്ഡപത്തിൽ നിന്ന് നാണം കെടാൻ എനിക്ക് വയ്യ. നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് പരിഹരിക്കണം. അതിനുശേഷം മതി വിവാഹക്കാരുമായിട്ട് മുന്നോട്ട് പോവലൊക്കെ. നമ്മുടെ പ്ലാനിങ്ങിന്റെ പിഴവ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതല്ലേ കാരണം. ആന്റി തന്നെ ആലോചിച്ച് നോക്ക്. വിശാൽ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോ മണ്ഡപത്തിൽ അരവിന്ദൻ. അങ്കിളിന്റെ ആന്റിയുടെ മുന്നിൽ വെച്ചാ പാർവതി അങ്ങനൊരു നീക്കം നടത്തിയത്. അല്ല, അങ്കിളിന്റെ ആന്റിക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? അല്ല, എന്റെ കൺമുന്നിൽ വെച്ചോ? അതിന് ഞാൻ ആ ഏരിയയിലെ ഉണ്ടായിരുന്നില്ലല്ലോ. പോലീസിന്റെ വര പറഞ്ഞ് മുങ്ങിയതല്ലേ? ആന്റിയുടെ കൺവെട്ടത്തുനിന്ന് അവൾ എങ്ങോട്ടും പോയിട്ടില്ല. ആന്റി വീട്ടമ്മ കളിക്കുമ്പോ അവള് വേലക്കാരി കളിക്കുന്നു. ആ വേഷത്തിൽ നിന്നുകൊണ്ട് അവൾ ഉദ്ദേശിച്ചെടുത്ത കാര്യങ്ങൾ സാധിച്ചെടുത്തില്ലേ? അവസാന നിമിഷേ അവള് തോറ്റുപോയത് ജാസ്മിന്റെ മിടുക്കുകൊണ്ട. പക്ഷെ DYSP സാർ നേരിട്ട് വന്ന് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ? അത് ചേച്ചിയുടെ മിടുക്കല്ലേ? എന്നിട്ട് എത്ര ദിവസം അവള് ജയിലിൽ കിടന്നു? അല്ല, അതിപ്പോ അത് പിന്നെ ഉത്തരം ഉണ്ടാവില്ല. അത് ആന്റിയുടെ മിടുക്കാണെന്ന് സമ്മതിച്ചു തരണമെങ്കിലേ അവൾക്ക് ശിക്ഷ കിട്ടണം.
പക്ഷെ എന്താ സംഭവിച്ചത്? അവൾക്കെതിരെ തെളിവുകളുണ്ട്, പക്ഷെ ശിക്ഷയില്ല. ആന്റി അല്ല ജയിച്ചത്, അവളാ ജയിച്ചത്. ആന്റി ഇനിയേ അവളുടെ കയ്യിൽ നിന്ന് അടവുകൾ പഠിക്ക്. അവള് രക്ഷപ്പെട്ടതേ അവളുടെ മിടുക്കൊണ്ടൊന്നുമല്ല, വിശാല് പോയി ഇറക്കിക്കൊണ്ടു വന്നതല്ലേ. പാർവതി പോലീസ് കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞപ്പോ ഹോസ്പിറ്റൽ ICUയിൽ നിന്നും വന്നതാണെന്ന് പോലും മറന്നിട്ടേ വിശാൽ അവളുടെ അടുത്തേക്ക് ഓടിയില്ലേ? അത് അവളുടെ മിടുക്കല്ലേ ആന്റി? മോളെ അത് അയ്യോ, ഞാൻ ആന്റിയെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. നമ്മളെല്ലാരും നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഒരു പിഴവ് പറ്റി. അത് കണ്ടുപിടിച്ച് തിരുത്തിയിട്ടൊക്കെ മതി ഇനി മുന്നോട്ട് പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാധിക പറഞ്ഞത് സത്യം തന്നെയാണ്. വിശാലിന് വിവാഹപ്രായം എത്തുമ്പോൾ താൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്ന് ഗായത്രിക്ക് നേരത്തെ തോന്നിക്കാണും. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ അങ്കിളിനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ചെറിയമ്മ. മകന്റെ ഭാര്യ മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ഇടണമെന്ന് അച്ഛൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അതൊരു തരത്തിലും അങ്കിളിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്കിള് പറയുന്നതിനൊന്നും ചെറിയമ്മ മറുപടി പറയാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ, എന്നോട് മറുപടി പറയണ്ട. ഞാനായിട്ടൊന്നും ചോദിക്കാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയാൻ അവകാശം ഇല്ലെങ്കിലും എന്റെ ചേച്ചിക്ക് പറയാൻ അവകാശമുണ്ടല്ലോ. എന്റെ ചേച്ചിയോട് മറുപടി പറഞ്ഞാൽ മതി. പറയേച്ചി, ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് അവരോട് പറ. പ്രതാപ, അങ്ങനെ നീ പറയിപ്പിക്കൊന്നും വേണ്ട. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പ്രഭാവതിക്കും അവകാശമില്ല. അങ്ങനെ പറയാൻ ഒരാൾക്ക് മാത്രമേ ഉള്ള അവകാശം, പാർവതിക്ക്. അത് ശരിയാ. ഗായത്രിയമ്മയെ പോലെ ഉടുത്തൊരുങ്ങി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പാർവതിക്ക് പറയാം. പക്ഷെ പാർവതി ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം വയ്യാതെ കിടക്കുന്ന അച്ഛനോട് നിങ്ങളൊക്കെ മനസാക്ഷി ഇല്ലാതെ പെരുമാറും. പാർവതിക്ക് അതിന് കഴിയില്ല. മോളെ, ഗായത്രി ചേച്ചിയുടെ സാരി ഉടുത്ത് ഗായത്രി ചേച്ചിയുടെ ഓർണമെന്റ്സ് ഇട്ട് മോളൊന്ന് ഗോപിയേട്ടന്റെ മുന്നിലേക്ക് വന്ന് നിൽക്ക. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഗായത്രി ജീവിച്ചിരുന്നപ്പം ഇതൊരു വീടായിരുന്നു. ഇപ്പോൾ മനസമാധാനമില്ലാതെ കുറെ പേര് അവിടെ എവിടെയായിട്ട് കഴിയുന്ന വെറും ഒരു കെട്ടിടം. ഇത് പഴയതുപോലായി കാണാൻ ഗോപി ആഗ്രഹിക്കുന്നുണ്ടാവും. അച്ഛന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിര് നിൽക്കണ്ട. അമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു കൊടുത്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്തിനെ പേടിയെന്നാ അമ്മ നോക്കിയേ, ഞാൻ പേടിക്കുന്നുണ്ടോ? അല്ല,
എനിക്ക് ഇരുട്ടിന് പേടിയില്ലമ്മേ. എന്താ അഖി എന്താടാ? ഞാൻ ഒന്ന് നോക്കട്ടെ. അമ്മേ, മെയിൻ സ്വിച്ച് ഓഫായി കിടന്നതാ. അപ്പൊ ഡ്രിപ്പ് ആയതായിരിക്കും. അഖി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, നീ സത്യമായിട്ടും പറയാണോ? നിനക്ക് ഇരുട്ടായപ്പോ പേടി വന്നില്ലേ? ഇല്ലമ്മേ, സത്യം. ആൽദേട്ടാ, അരുൺ, നമ്മുടെ അഖിയുടെ പേടി മാറിയെന്ന്. എത്ര വർഷമായിട്ട് എന്റെ തീരെ വേദനയായിരുന്നു നിന്റെ ഈ പേടി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മയുടെ പ്രാർത്ഥന ദൈവമല്ലമ്മേ, ശ്യാമയാ കേട്ടെ. ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റിയെടുക്കാൻ വ്രതം പോലെയാ ശ്യാമ ചെയ്ത്. അതിനുവേണ്ടി പരീക്ഷണം പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്യാമ ചെയ്തു. അങ്ങനൊരു സംഭവത്തിലാണല്ലോ എല്ലാവരും ശ്യാമയെ തെറ്റിദ്ധരിച്ച്. അതുകൊണ്ട് അമ്മ ഇനി ഒട്ടും വിഷമിക്കണ്ട. ഏത് പാതിരാത്രി ആയാലും ഏത് ഇരുട്ട് നിറഞ്ഞ സ്ഥലമായാലും ഞാൻ ഇനി പേടിക്കില്ല. താങ്ക് യു മോളെ. താങ്ക്സ് എ ലോട്ട്. അമ്മേ, അമ്മയ്ക്ക് ഈ സന്തോഷം എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടതെന്നറിയില്ല. അമ്മേ, എനിക്ക് തോന്നതേ അഖി വെറുതെ പറയുന്നതാണെന്ന്. അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ. അഖിക്ക് പേടി മാറിയിട്ടൊന്നുമില്ല. ഐശ്വര്യടത്തേക്ക് ആകെ സംശയമാണല്ലോ. കറണ്ട് പോകുമ്പോ മുമ്പ് ഞാൻ നിലവിളിക്കുമായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തോ? എനിക്ക് നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല മോളെ. അമ്മ എന്നോട് നന്ദി പറയാനോ? ഇതെന്റെ കടമയല്ലേ അമ്മേ. അമ്മ നന്ദി പറയരുത്. മോളെ, വസുന്ധര പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാ നീ നിറവേറ്റിയിരിക്കുന്നത്. ശ്യാമേ, ഞങ്ങളുടെ അനിയന് വേണ്ടി ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുക. അപ്പൊ അമ്മേ, ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണം. സമ്മാനം വൈകാതെ തന്നെ ഞാൻ അറിയിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ഒരിക്കൽ കൂടി അഖിൽ സാറിനോട് കള്ളം പറയേണ്ടി വന്നിരിക്കുക. ആ വിസ്മയക്ക് വേണ്ടി ഞാൻ പാടാൻ പോവാണെന്ന് പറഞ്ഞ അഖിൽ സാറിന് അത് വിഷമാവും. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് പറയാതെ പോവാ. എന്നോട് ക്ഷമിക്കണേ കണ്ണ. താനിതിങ്ങോട്ട് പോകുന്നു? അത് സാർ ഓഫീസിൽ പോയില്ലേ? കുറച്ചു ദൂരം പോയപ്പോഴാ ഒരു ഫയൽ എടുക്കുന്ന കാര്യം ഓർമ്മിച്ച് അതെടുക്കാനായിട്ട് വന്നതാ. താനിങ്ങോട്ട് പോകുന്നു? അത് പറ. ഞാൻ എന്താണ് ഇങ്ങനെ വരണ്ട് നിൽക്കുന്ന പോലെ? എന്തോ മോഷണമോ കള്ളമോ ഒക്കെ നടത്തിയിട്ട് നിൽക്കുന്ന ആളിനെ പോലെ.
ശ്യാമേ, താൻ കാര്യം പറ. അത് സർ, അത് അപ്പുവിന്റെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗാ. പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു അമ്പലത്തിൽ പോണം. അരവിന്ദേണ്ണാണെങ്കിൽ ഓഫീസിൽ പോയി. അപ്പൊ പിന്നെ എനിക്ക് താൻ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? എന്താ സർ? സർ, ഞാൻ തന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈശ്വര, അഖിൽ സർ എല്ലാം അറിഞ്ഞു. അപ്പുവിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോകാൻ ഞാൻ അനുവദിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ താൻ എന്നോട് പറയാതിരുന്ന? അല്ലെങ്കിൽ ഞാൻ കൂടെ വരും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ കരുതിയല്ലേ? എടോ, അപ്പു മുറയ്ക്കെന്റെ അളിയനാ. പക്ഷെ എന്നെ സംബന്ധിച്ച് അവൻ എന്റെ കൊച്ചനിയന്. അവന്റെ സ്കൂളിലെ മീറ്റിങ്ങിന് ഞാനും വരും. നമുക്ക് ഒരുമിച്ച് നിന്ന് അവനൊന്ന് ഞെട്ടിക്കാടോ. സർ, അതല്ല, ഞാൻ പറയാം. സാറിന് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? ഓഫീസിലെ ജോലി ഒന്നുമല്ല എനിക്കിപ്പോ പ്രധാനം. താനാടോ സത്യം. തന്റെ കൃഷ്ണനാണ് സത്യം. എന്റെ ലോകം ഇപ്പൊ താനാ. അതുപോലെ തന്നെ സംബന്ധിച്ച് തന്റെ ലോകവും ഞാനാണെന്ന് എനിക്കറിയാം. തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എനിക്കും പ്രിയപ്പെട്ടതാ. താൻ ഈ ലോകത്തില്ലാതാവുന്നതിന്റെ അടുത്ത നിമിഷം അഖിലും ഈ ലോകത്തുണ്ടാവില്ല. എടോ, ഞാൻ പറഞ്ഞതുപോലെ താൻ കേട്ടായിരുന്നോ? അഖിൽ സാറിനോട് എല്ലാം തുറന്നു പറയണോ? വേണ്ട, അവിടെ പ്രോഗ്രാമിന് സമയമായി. ഒരു പ്രയാസം ഉണ്ടാക്കണ്ട. താ വന്നേ, നമുക്ക് സ്കൂളിൽ പോ. സർ, ഈശ്വര, എന്നോട് പൊറുക്കണേ. എന്താടോ? അല്ല സർ, ഓഫീസിൽ പോയിട്ട് എന്തോ മറന്ന് തിരിച്ചു വന്നതല്ലേ? അപ്പോ മടങ്ങി പോകുന്നതും ഒറ്റയ്ക്ക് വേണം, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ശ്രീമൂലസ്ഥാനത്ത് തൃപ്പങ്ങോട്ട് ഭഗവതിയുടെ മുന്നിൽ പൂജിച്ച ഉടവാൾ അഭ്യാസ പ്രകടനം നടത്തി ഇനി ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും നേരത്തോടു നേരം കഴിഞ്ഞ് ഈ ശ്രീമൂലസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ തൃപ്പങ്ങോട്ട് തറവാടിന്റെ നാഥനായിരുന്ന വാസുദേവൻ അവർകളായിരുന്നു ഉടവാൾ ഏറ്റെടുത്ത് പാദസമർപ്പണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം കൊണ്ട് മൂത്ത മകൾ സുഭദ്രയെ കൊണ്ട് നാം ആ ഉടവാൾ സ്ഥാപിക്കാൻ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ദേവിക്ക് മുന്നിൽ പൂജിച്ച് ആരാധിച്ച സ്ഥിതിക്ക് ഗർഭിണിയായ സുഭദ്രയ്ക്ക് വാലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ മറ്റൊരാൾ വേണം ദേവിയുടെ മുന്നിൽ ഈ ഉടവാൾ സമർപ്പണം നടത്താൻ. എല്ലാവരോടും കൂടെ എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് വാലായ്മയുള്ള സ്ഥിതിക്ക് കുടുംബത്തിൽ മുതിർന്ന മറ്റാരും തന്നെ ഇപ്പൊ ഈ ചടങ്ങ് ചെയ്യാൻ പ്രാപ്തരല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇപ്രാവശ്യം എന്റെ ഭർത്താവിനെ കൊണ്ട് ഈ ഉടവാൾ സമർപ്പണം നടത്തണമെന്ന്. ഇത് മുമ്പ് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയമല്ലേ മോളെ? അത് ഉടവാൾ കുടുംബത്തിൽ നിന്ന് എടുക്കുമ്പോഴല്ലേ? സുഭദ്രയാണത് എടുക്കുന്നതിനാൽ ഔചിത്യക്കുറവൊന്നും തോന്നിയില്ല. ഇത് പക്ഷേ പൂജിച്ചു കഴിഞ്ഞ് ഗർഭത്തിന്റെ വാലായ്മ വന്ന സ്ഥിതിക്ക് ഇനി എന്തിനാണ് എല്ലാവരും ഇത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതെ, സത്യം പറഞ്ഞാൽ ഒരു വാളെടുക്കാനോ അഭ്യാസം കാണിക്കാനോ കൊതിയുണ്ടായിട്ടൊന്നുമല്ല. മറിച്ച് തൃപ്പങ്ങോട്ട് വാസുദേവൻ അമ്മാവൻ ബാക്കി വെച്ചുപോയ കർമ്മം പൂർത്തിയാക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. അതെ, അച്ഛന് ഞങ്ങൾ 4 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ അച്ഛനൊരു മരുമകനായല്ല, സ്വന്തം മകനായാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എന്റെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെയാണ് കരുതുന്നതും ബഹുമാനിക്കുന്നതും.
മാത്രവുമല്ല മരിച്ചപ്പോ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ വരെ ചെയ്തൊരാൾക്ക് അതൊക്കെ കുടുംബത്തിലെ കാര്യങ്ങളാണ് കുട്ടി. ക്ഷേത്രത്തിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരങ്ങളെ ഒറ്റയടിക്ക് കീഴ്മേൽ മറിക്കുന്നത് ശക്തമായ ദേവീകോപത്തിന് കാരണമാകുമോ എന്ന് നാം സംശയിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഒരു അവസരത്തിൽ ഇനി നാം എന്താ ചെയ്യാന്ന് വെച്ചാൽ, തൃപ്പങ്ങോട്ട് രണ്ടാമത്തെ സന്തതി രാധയായിരിക്കും ഇന്നിവിടെ ഉടവാളെടുക്കുന്നതും അഭ്യാസം കാഴ്ചവെച്ച് ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതും. രാധ മൈനറല്ലേ? മാത്രമല്ല ദേവിയുടെ ഉടവാളെടുത്ത് ഒരു പെൺകുട്ടി അഭ്യാസ പ്രകടനം നടത്തുക എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഭഗവതിയും സ്ത്രീയല്ലേ ഭവാനി. മാത്രമല്ല രാധ തൃപ്പങ്ങോട്ട രക്തവുമാണ്, അഭ്യാസവും വശവും. എന്താ കുട്ടി, തയ്യാറല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൃപ്പങ്ങോട്ട് വാസുദേവൻ അദ്ദേഹത്തിന്റെ മരണം വരുന്ന വഴിയാണ് അറിഞ്ഞത്. ഈ ദേശം വിട്ടൊരു തീർത്ഥാടനം, അത് കഴിഞ്ഞുള്ള വരവ. വാസുദേവൻ അദ്ദേഹം ഉടവാളെടുത്ത് വീശി ദേവിയെ വന്ദിക്കുന്നൊരു അത്ഭുത കാഴ്ചയുണ്ട്. അതിന് സാക്ഷ്യം വഹിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അത് നടന്നില്ല. ഒക്കെ വിധിയാണ് ഈശ്വരിയമ്മേ. സംഭവിച്ചു കഴിഞ്ഞ് പറഞ്ഞാലും കരഞ്ഞാലും പോയാള് തിരിച്ചു വരില്ലല്ലോ. ഇനി കുട്ടികളുടെ കാര്യമാണ്. അതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ മുഴുവൻ. കുട്ടികൾ മാത്രമല്ലല്ലോ, ഇനിയും പിറക്കാനുള്ള ഒരു ജന്മം കൂടിയില്ലേ നിനക്ക്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ചൈതന്യം തൃപ്പങ്ങോട്ടിന്റെ തന്നെ മഹാ ഐശ്വര്യങ്ങളുടെ പുനർജന്മമാണ്. വാസുദേവൻ അദ്ദേഹത്തിന്റെ തുടർ ജീവിതം പോലെ ഒരാൺകുഞ്ഞായി അത് ജന്മമെടുക്കും. ഉത്ര നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ച അതേ രാശിയിലും തിഥിയിലും മഹാമായ എന്റെ അകക്കണ്ണിൽ അതാണ് തെളിയിച്ചു തരുന്നത്. വളരെ സന്തോഷം ഈശ്വരിയമ്മേ. അച്ഛന്റെ മരണശേഷം തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഭാവി കൂടിയൊന്ന് പറഞ്ഞു കേട്ടാൽ വളരെ ഉപകാരമായിരിക്കും. അതിനെന്താ, നമുക്ക് ശ്രമിച്ചു നോക്കാലോ. എന്തു പറ്റി ഈശ്വരിയമ്മേ? അയാള് ഈ സ്ത്രീ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൻ തോന്നുന്നു. ഇപ്പോഴേ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്താലേ അവരുടെ പ്രവചനങ്ങളെ തടയാൻ പറ്റൂ. മേഘനാഥൻ, കോട്ടയ്ക്കൽ വിശംബരന്റെയും ഭവാനിയുടെയും ഏക മകൻ കോട്ടയ്ക്കൽ മേഘനാഥൻ. ഇതാണെന്റെ അമ്മ ഭവാനി. ഇദ്ദേഹമാണ് എന്റെ ഭർത്താവ് ഈശ്വരിയമ്മേ. വിവാഹസമയത്ത് ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ഈശ്വരിയമ്മയ്ക്ക് പരിചയമില്ലാത്തതാ. സുഭദ്രയുടെ ഭർത്താവോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ഇവിടെ പറഞ്ഞുകൂടാ. പ്രത്യേകിച്ചും ഗർഭിണിയായ സുഭദ്രയ്ക്ക് അത് ആഘാതം ഉണ്ടാക്കിയുള്ളൂ.
ഈശ്വരിയമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. അത് പറയാൻ സമയമായിട്ടില്ല മോളെ. തൽക്കാലം ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കാൻ നോക്കൂ. താമസിയാതെ ഞാൻ ഒരിക്കലും വീട്ടിൽ വന്നോളാം, നിന്നെ മാത്രമായിട്ട് കാണാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ രാധേച്ചി ഒന്ന് കാണാൻ വന്നതാ. അല്ല, അവളെ കാണാൻ നീ ഈ വേഷത്തിൽ എന്തിനാ വന്നത്? ഞാൻ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഓ ഓ ഓ അങ്ങനെ. മനോഹര, അതിനെ സന്യാസം സ്വീകരിച്ചത് സീതേച്ചിയാ, അല്ലാതെ രാധേച്ചിയല്ല. അതെനക്കറിയാം. ഈ കൊട്ടിലപ്പാട്ട് തറവാട് ആശ്രമാക്കാൻ പോകണല്ലോ. അപ്പൊ സ്വാമിമാരെ അഡ്മിഷൻ കിട്ടാൻ ഒരു സാധ്യത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ രാധേച്ചിനെ കാണാൻ വന്നതാ. എടാ ഈ തോന്നുമ്പോ ആളെ കയറ്റാനേ ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, സ്ഥാപിക്കാൻ പോകുന്ന ആശ്രമമാ. അതൊക്കെ എനിക്കറിയാം. എന്റെ ആഗ്രഹ സബലീകരണമാണിത്. കൊട്ടിലപ്പാട്ട് തറവാടിൽ ഉണ്ട് ഉറങ്ങിക്കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ എങ്ങനെ ഒരു ജില്ലക്കകത്തിലെ ആള് നിറച്ചുണ്ടായില്ലേ. അച്ഛൻ, അമ്മ, അമ്മാമൻ, അമ്മായി ഒന്നും പറയണ്ട. സ്വാമിമാരായാല് എല്ലാ സ്വാമിമാരും അതിൽ ഒരു സ്വാമിയായി ഉണ്ടും ഉറങ്ങി എന്റെ ശിഷ്ടകാലം ഞാൻ അങ്ങനെ കഴിഞ്ഞു കൊടുക്കും. അച്ഛൻ എങ്ങനെങ്കിലും പറഞ്ഞു അഡ്മിഷൻ ശരിയാക്കി തരണം. മനോഹര, ഓ ഈ തറവാടുണ്ടല്ലോടാ, എന്റെ അപ്പൻ അപ്പൂപ്പന്മാരുടെ വീർപ്പിന്റെ ഫലവാടാ. അപ്പന്റെ അപ്പൂപ്പന്റെ വേർപ്പിന്റെ പലരും നാട്ടുകാർ കൊണ്ടുപോകും. മനോഹര, ഓ നീ ഇത് ആരോടാ പറയുന്നതെന്ന് അറിയാവോ? എടാ, സ്വന്തം തറവാട് കൈവിട്ട് പോകുന്നു എന്നറിഞ്ഞ് നെഞ്ചു കലങ്ങി ഒരു തുള്ളി കണ്ണീര് ഭൂമിയിലോട്ട് വീഴ്ത്തണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാ ഇത് ആരെന്നറിയോടാ നിനക്ക്? ഇതെന്റെ അച്ഛൻ. അല്ല, എന്റെ മുതലാളിന്റെ അച്ഛനാണല്ലോ. അത് എന്റെ അച്ഛൻ തന്നെ. ആ, ഒരു അഡ്മിഷൻ ശരിയാക്കി തരണം അച്ഛ. അല്ല മനോഹര, നീ ആശ്രമത്തിൽ ചേരാൻ തീരുമാനിച്ചു കഴിഞ്ഞു? തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറയുന്നത് നീ എന്ത് പറയേണ്ടത്? ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. അല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മനോഹര നിക്ക്, ഞാൻ പറയട്ടെ. അതല്ലെന്നേ. അതല്ല മനോഹര, നിക്ക്. ഈ വീട്ടിലെ നിന്റെ അവസാനത്തെ ചായ കൂടിയാടി രാധാലക്ഷ്മി. നിന്റെ പ്ലാൻ എന്തൊക്കെയാന്ന് അറിയാടി എനിക്ക്. ഞാൻ എന്തിനും തയ്യാറായിട്ടായിരിക്കണേ സാറാന്ന്. മനോഹര, ഞാൻ പറയുന്നത് കേക്ക്. രാധേച്ചി, എന്താടാ രാധേച്ചി തുടങ്ങുന്ന ആശ്രമം മിക്സഡ് ആണോ പെണ്ണുങ്ങൾക്കുള്ളതാണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ആശ്രമത്തിൽ അഡ്മിഷൻ ശരിയാക്കി തരണം. അഡ്മിഷനോ? ഇതെന്താ കോളേജ് അഡ്മിഷൻ പോലെയാണോ നിന്റെ വിചാരിച്ചേ? രാധേച്ചി, ഇനി എന്റെ ശിഷ്ട ജീവിതം ആത്മീയതയിലേക്ക് ഞാൻ കൊടുക്കുന്നു. ആയിക്കോട്ടെ, ഒരു അഡ്മിഷൻ വേണം രാധേച്ചി. എന്റെ പൊന്നു മനോഹര, ഇവിടെ ഒരാശ്രമവും വരാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വാസം ഇറക്കി രാധേച്ചി പറയുന്ന. രാധേച്ചിയുടെ ആശ്രമം വരുന്നതെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കും അല്ലേ രാധേച്ചി? പിന്നല്ല. അങ്ങനെയാണ് മനോഹരൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ ആശ്രമം തുടങ്ങുവോ ഇല്ലയോ എന്ന്. 5 മിനിറ്റ് കൊണ്ട് എന്ത് വിസ്മയം ഉണ്ടാവാനാ? ഒന്ന് വെയിറ്റ് ചെയ്യും മനോഹര. അവരെത്തി. സ്വാമിമാരാണ്. ആരാ വന്നു നോക്കേ? മജീദിക്ക പോകണ്ട, അവരിങ്ങോട്ട് വരാനുള്ളവരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.